ഫുൾ ഓൺ കയറുന്ന ഒരു വാഹനം അല്ല, ഫുൾ ഓൺ കയറുന്ന ഒരു i10 ഗ്രാൻഡ് വെറും 40,000 കിലോമീറ്റർ ഓടിയ സെക്കൻഡ് ഓണർഷിപ്പ് 2019 മാഗ്ന. ഓക്കെ, കാര്യങ്ങളൊക്കെ ഉണ്ട്, അത്യാവശ്യം ഉണ്ട്, നല്ല ടയർസാണ്. ഒരു ഫ്രണ്ടിൽ 90% മുകളിലുണ്ട്, പുറകിൽ ഒരു 75% മുകളിലുണ്ട് കാണും. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പാണ്. കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ വലിയ പണി വരില്ല അല്ല ഡീസലിൽ, പ്രോപ്പർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ്. ഓക്കെ. ഹായ്, എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിതാ ജിതിൻ്റെ കൂടെ ഇന്ന് ഡ്രൈവേ മോട്ടോഴ്സിലാണ്. രണ്ടാളെ പേരൊന്നാണ് ജിതിൻ അല്ലേ? ഓക്കെ, സ്വാഗതം. എങ്ങനെ ഉണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോ റെസ്പോൺസ്? കുഴപ്പമില്ല, നല്ല കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടുത്തെ ഒരു പ്രത്യേകത ഡ്രൈവേ എന്താ പറയുക, നിങ്ങൾ കാണുമ്പോൾ തന്നെ വലിയൊരു യാർഡൊന്നുമല്ല, ചെറിയ യാർഡാണ്. അതേപോലെ തന്നെ ഒരു 10 വണ്ടികൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. എല്ലാം ബഡ്ജറ്റ് റേറ്റുള്ള വണ്ടികളാണ്. എന്താ ഒരു കാർ എന്ന മോഹം നിങ്ങൾക്ക് സാക്ഷാത്കരിക്കണമെങ്കിൽ ധൈര്യമായിട്ട് ഇങ്ങോട്ടേക്ക് വരാം. ഓക്കെ ഓക്കെ അല്ലേ? ഇപ്രാവശ്യം എന്താ കുറച്ച് കുറേ പാർക്കൻസിൽ വണ്ടികളുണ്ട്. എന്തുണ്ടെങ്കിലും അത് അതേപോലെ തന്നെ പറഞ്ഞിട്ട് അതേപോലെ തന്നെ കൊടുക്കാം. ഓക്കെ, അത്രയേ ഉള്ളൂ. ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് ജില്ലയിൽ എലത്തൂരിനടുത്തായിട്ട്, എലത്തൂർ ടെലിഫോൺ എക്സ്ചേഞ്ചിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ഹൈവേ സൈഡിൽ തന്നെയാണ്. ഹൈവേ എന്നൊരു ബിൽഡിങ്ങിൻ്റെ പുറകിലായിട്ട് അല്ലേ? ഡ്രൈവേ മോട്ടോഴ്സ് ഷോറൂമിൽ ടെലിഫോൺ എക്സ്ചേഞ്ച് നേരെ ഓപ്പോസിറ്റ്. അതാണ് ലൊക്കേഷൻ, കോഴിക്കോട് എലത്തൂർ. കോൺടാക്ട് നമ്പർ നമ്മൾ വീഡിയോയിൽ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. ചെറുവണ്ടികളാണ്, മുന്നേ കാണുമ്പോൾ തന്നെ എല്ലാം ചെറുവണ്ടികളാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. ബാക്കി ഡീറ്റെയിൽ നമുക്ക് വീഡിയോയിൽ കാണാം അല്ലേ? ഓക്കെ. ആദ്യ വാഹനം i10 ഗ്രാൻഡ് ആണ്. KL 56 കോഴിക്കോട് കൊയിലാണ്ടി രജിസ്ട്രേഷൻ വരുന്ന i10 ഗ്രാൻഡ് ഹുണ്ടായുടെ വാഹനമാണ്. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2019 മോഡൽ ഗ്രാൻഡ് i10 മാഗ്ന. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, മിറർ അഡ്ജസ്റ്റ്മെന്റ്, സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ വരുന്ന വാഹനമാണ്. 2 എയർ ബാഗും വരും. ഓക്കെ, ബാക്കി ഇത് സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. 40,000 കിലോമീറ്റർ ഓടി. 40,000 വലിയ ഓട്ടം പോയിട്ടില്ല. 5 വർഷം കൊണ്ട് 40,000 ഓടിയിട്ടുള്ളൂ. ക്ലെയിം ഒന്നുമില്ലല്ലോ? ക്ലെയിം ഫ്രണ്ട് ഗ്ലാസ് മാറിയിട്ടുണ്ട്. ഫ്രണ്ട് ഗ്ലാസ് മാറിയിട്ടുണ്ട് അല്ലേ? കമ്പനി തന്നെയാണ്? കമ്പനി തന്നെ ആയിരിക്കും. ഒരു പാർക്കൻസിൽ വണ്ടിയാണ്. പാർക്കൻസിൽ വണ്ടിയല്ല. ഓക്കെ, ഫ്രണ്ട് ഗ്ലാസ് നോക്കിയില്ല, ബാക്കി എല്ലാം ഫിസിക്കലി ചെയ്തപ്പോൾ ഗ്ലാസ് മാത്രം മാറിയിട്ടുണ്ട് അല്ലേ? ഓക്കെ, ഒരു 12-16 റേഞ്ച് മൈലേജ് കിട്ടുന്ന ഒരു വാഹനമാണ്. എത്ര കൊടുക്കുക ഇത്? 4,05,000. 4,05,000 ചോദ്യമല്ലേ? അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ? ചെറിയ മാറ്റം ചെയ്ത് കൊടുക്കാം. ഫുൾ ലോൺ കിട്ടും. ഫുൾ ഓൺ കയറുന്ന ഒരു വാഹനം അല്ല, ഫുൾ ഓൺ കയറുന്ന ഒരു i10 ഗ്രാൻഡ് വെറും 40,000 കിലോമീറ്റർ ഓടിയ സെക്കൻഡ് ഓണർഷിപ്പ് 2019 മാഗ്ന. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്ന വാഹനമാണ്. ആകെ ഒരു മൈനസ് പറയാൻ ഗ്ലാസ് മാത്രം മാറിയത്, വേറെ ഒന്നുമില്ല. ഓക്കെ, ഫുൾ ഓണിൽ ഒരു ഗ്രാൻഡ് i10 സ്വന്തമാക്കാം. അടുത്ത വണ്ടിയിലേക്ക് വരാം. ഓട്ടോമാറ്റിക് വാഹനം വേണ്ടവർക്ക് എടുക്കാം. വാഗണറാണ്. KL 11 കോഴിക്കോട് രജിസ്ട്രേഷൻ തന്നെയാണ് വാഹനം. എങ്ങനെ ഡീറ്റെയിൽ ചെയ്തത്? ഇത് 2016 മോഡൽ വാഗണർ VXi. ഓക്കെ, സെക്കൻഡ് ഓണറാണ്. സെക്കൻഡ് ഓണർ, ഫുൾ ഓപ്ഷൻ വാഹനം. 2016 ഓട്ടോമാറ്റിക് ആണ്. ഓട്ടം 51,000 കിലോമീറ്റർ ഓടിക്കുള്ളൂ. ഓക്കെ, ഓട്ടം കുറവാണ്. പിന്നെ ക്ലെയിം ഒന്നുമില്ലല്ലോ? ഇല്ല, ഒന്നുമില്ല, നീറ്റ് വണ്ടിയാണ്. നല്ല സീറ്റ് കവേഴ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട് അല്ലേ? അഡീഷണൽ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. മെക്കാനിക്കലി ഒന്നുമില്ല. ഓക്കെ, കാര്യങ്ങളൊക്കെ ഉണ്ട്, അത്യാവശ്യം ഉണ്ട്, നല്ല ടയർസാണ്. ഒരു ഫ്രണ്ടിൽ 90% മുകളിലുണ്ട്, പുറകിൽ ഒരു 75% മുകളിലുണ്ട് കാണും. ഓക്കെ, എത്രയാ ചോദ്യം? ഇത് 4,05,000. 4,05,000 2016 ഓട്ടോമാറ്റിക് VXi വാഗണർ നിങ്ങൾക്ക് സ്വന്തമാക്കാം. 4,05,000 ചോദ്യമാണ്. ലോൺ ഒരു 3.5 കയറുമോ? ഒരു 3-3.5 3-3.5 ഏകദേശം ഒരു 50,000 കുറച്ച് പറയാം. ചിലപ്പോൾ അതിന് മേലെ കയറാൻ ചാൻസ് ഉണ്ട്. ഒരു 50,000 കണ്ട ഇറക്കാം അല്ലേ? ഒരു ഓട്ടോമാറ്റിക് വാഹനം നിങ്ങൾക്ക് ഇറക്കാം. 50,000 രൂപ കണ്ടാൽ. വാഗണറാണ്. അത്യാവശ്യം നല്ല മൂവിംഗ് ഉള്ള ഒരു സെഗ്മെന്റ് ആണ് അല്ലേ? ഓട്ടോമാറ്റിക് ആളുകൾ തപ്പി നടക്കുന്ന ഒരു വാഹനമാണ്. ഓക്കെ, ഓട്ടോമാറ്റിക്കലി അതെ. അടുത്ത വണ്ടി Volkswagen Polo. KL 11 കോഴിക്കോട് രജിസ്ട്രേഷൻ വരുന്ന വാഹനമാണ്. എങ്ങനെ ചെയ്യുന്ന കാര്യങ്ങൾ? ഇത് 2014 മോഡൽ പോളോ കംഫർട്ട് ലൈൻ 1.2 പെട്രോൾ വേരിയന്റ് ആണ്. 14 മിഡിൽ ഓപ്ഷൻ വാഹനം. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ വരും അല്ലേ? ഓക്കെ, അലോയ്സും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. എത്ര കിലോമീറ്റർ ഓടി? ഇത് കുറഞ്ഞ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ആകെ 38,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓണർഷിപ്പ് സിംഗിൾ. സിംഗിൾ ഓണർഷിപ്പ് കിടക്കാണ്. 38,000 മാത്രം ഓടിയ ഒരു പോളോ ആണ്. 2014 കംഫർട്ട് ലൈൻ 1.2 ലിറ്റർ പെട്രോൾ എന്ന് പറയുമ്പോൾ ഒരു 11-15 അകത്തൊക്കെ ആയിട്ട് ഏകദേശം മൈലേജ് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ്. അപ്പോൾ എത്ര ഇപ്പോൾ ചോദിക്കുന്നത്? ഇത് 4,25,000. അപ്പോൾ 4,25,000 ചോദ്യമാണ്. എന്തായാലും വന്നു കഴിഞ്ഞാൽ മാറ്റം വരുത്തി തരും. ലോൺ ചെയ്യാം. ഒരു 3.25 വരെ കയറും. 3.5 റേഞ്ചിൽ 4 ചോടായിട്ട് ലോൺ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ മാക്സിമം ലോണും കിട്ടുന്നൊരു പോളോ. സിംഗിൾ ഓണർഷിപ്പ്, ലോ കിലോമീറ്റർ. അതാണ് ഹൈലൈറ്റ്. ഇല്ല, വേറെ ഒന്നുമില്ല. ഓക്കെ, ടെറാനോ ഒരു SUV സെഗ്മെന്റ് വാഹനം വന്നു. നിസാൻ ടെറാനോ. എങ്ങനെയാണ് കാര്യങ്ങൾ? ഇത് 2015 ടെറാനോ XL പെട്രോൾ.
മിഡിൽ ഓപ്ഷൻ പെട്രോൾ വാഹനമാണ്. KL16 ആറ്റിങ്ങൽ രജിസ്ട്രേഷൻ വാഹനം അല്ലേ, തിരുവനന്തപുരം ജില്ല. അപ്പോൾ പെട്രോൾ വാഹനമാണ് ടറാനോ. വലിയ പണികളോ കാര്യങ്ങളോ ഒന്നും വരില്ല. ഡീസലിൽ 1 ടൺ കമ്പയർ ചെയ്ത് വെക്കുമ്പോൾ അത്ര പണികളോ കാര്യങ്ങളോ ഒന്നും വരില്ല. ഓക്കെ, ക്ലെയിമോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല ക്ലെയിമോ ഒന്നുമില്ല, നീറ്റ് വണ്ടിയാണ്. കിലോമീറ്റർ 63,000 കിലോമീറ്റർ ഓടിയ വാഹനം. 2015 എക്സൽ ടറാനോ. ഓക്കെ, എത്ര കൊടുക്കുക ഇത്? ഇത് 4,25,000. 4,4 ലക്ഷം രൂപ. 2015 എക്സൽ ടറാനോ. ലോ കിലോമീറ്റർ ആണ് ഓടിയത്. 65,000. ഇതിൻ്റെ ഒരു ഓട്ടം സംബന്ധിച്ചാണ് പറയുന്നത്. ലോ കിലോമീറ്റർ ആണ് ഓടിയത്. ഓക്കെ, ഒരു 80% ലോൺ കയറില്ല. ലോണൊക്കെ മാക്സിമം ചെയ്യാം. 3.5 ആലയിന് ചെയ്യാൻ പറ്റില്ല. 4 ചോടായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു SUV വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും പെട്രോൾ സെഗ്മെന്റ് ആണ്. വലിയ മെയിൻ്റനൻസ് ഒന്നും വരില്ല. പക്ഷേ മൈലേജ് കുറവായിരിക്കും. മെയിൻ്റനൻസ് അതിനനുസരിച്ച് കുറയും, മൈലേജും കുറയും അല്ലേ? ഒരു 10-13 റേഞ്ചൊക്കെ ഉണ്ടാവില്ല, മാക്സിമം അത്രയും കിട്ടും. ഓക്കെ, പവറുള്ള വണ്ടിയാണ് തീർച്ചയായും. ഓക്കെ, അടുത്ത വാഹനം മാരുതി സുസുക്കി ഡിസയർ ടൂറാണ് ഓപ്ഷൻ അല്ലേ. നല്ല മൈലേജ് കിട്ടുന്ന ഒരു സെഗ്മെന്റ് ആണ് അല്ലേ. സ്പെഷ്യൽ എഡിഷൻ പോലെ ഇറക്കിയതാണ് വണ്ടി. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2016 ടൂർ ടാക്സി. ഓക്കെ, ടാക്സി പർപ്പസിന് മാത്രം ഇറക്കിയാണല്ലേ ഇത്? ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ് ആണ്. 16. ഓക്കെ, ഇത് സിംഗിൾ ഓണർ വണ്ടിയാണ്. 2.30 ഓടിയിട്ടുണ്ട്. 2,30,000. പക്ഷേ സർവീസ് ഒക്കെ പക്ക ആയിരിക്കും കേട്ടോ. ഇത് മാതൃഭൂമിക്ക് ഏറ്റവും വേണ്ടിയിട്ട് ഇറങ്ങിയ ഓടിയാണ്. അത് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് കൊണ്ടുവരിക. ഓക്കെ, കറക്റ്റ് സർവീസുള്ള വണ്ടിയാണ്. കറക്റ്റ് സർവീസും അത് മാത്രമല്ല, എന്താ പറയുക, സിംഗിൾ ഓണർഷിപ്പ് ആണ്. കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ വലിയ പണി വരില്ല അല്ലേ ഡീസലിൽ. പ്രോപ്പർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം. ഓക്കെ, എങ്ങനെയിപ്പോൾ ചോദ്യം? ഇത് 3,50,000. 3.5 ലക്ഷം. 2016 ടൂർ ഓപ്ഷൻ ഡീസൽ വാഹനമാണ്. നല്ല മൈലേജ് ഉള്ള സെഗ്മെന്റ്. ഇത് ഫിറ്റ്നസ് ഇതൊക്കെ പുതിയതാണ് കേട്ടോ. പുതിയ ടാക്സി, ഇൻഷുറൻസ്. അപ്പോൾ ഒരു ടാക്സിയിൽ ഒരു വാഹനം, ടാക്സിയാണിത്. ടാക്സിയിൽ ഒരു വാഹനം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ആർക്കെങ്കിലും ടാക്സി തപ്പി നടക്കുന്നുണ്ടെങ്കിൽ പെർമിറ്റ് എല്ലാം പുതിയത് എടുത്തു കൊടുക്കും. ഓക്കെ, അത്രേ ഉള്ളൂ. റിഡ്സ് ആണ് എടുത്തത്. KL11 കോഴിക്കോട് രജിസ്ട്രേഷൻ തന്നെയാണ് വാഹനം. ഇപ്പോൾ കണ്ട അധികം കോഴിക്കോടാണല്ലേ? ഓക്കെ, എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2011 റിഡ്സ് VXi. മിഡിൽ ഓപ്ഷൻ പെട്രോൾ വാഹനമാണ്. 2011 മോഡല്. അത്യാവശ്യം മൈലേജ് കിട്ടുമേ. ഒരു 12-16 റേഞ്ചൊക്കെ മൈലേജ് കിട്ടും അല്ലേ? ഓക്കെ, പിന്നെ അത് 51,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അത് ഉറപ്പിച്ച് പറയാമോ? ആയിരിക്കും. ഓണർഷിപ്പ് എത്രയുള്ള? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പിൽ കിടക്കുകയാണ്. ഓക്കെ, കിലോമീറ്റർ നമ്മൾ നോക്കണ്ട. വണ്ടിയുടെ നിലവിലെ കണ്ടീഷൻ നോക്കുക, എടുക്കുക, അത്രയേ ഉള്ളൂ. തട്ട് റീപ്ലേസ്മെൻറ്റ് അങ്ങനെ എന്തെങ്കിലും? ഫ്രണ്ട് ഗ്ലാസ് മാത്രം മാറിയിട്ടുണ്ട്. ഫ്രണ്ട് ഗ്ലാസ് മാത്രം മാറിയിട്ടുണ്ടല്ലേ? ഓക്കെ, എത്ര കൊടുക്കുക ഇത്? ഇത് 2,28,000. 2,28 ചോദ്യം. ഏകദേശം ഓൾമോസ്റ്റ് പാർക്കൻസില്ല. ഓക്കെ, കസ്റ്റമർ വന്നിട്ട് വേണമെന്ന് സംസാരിച്ചോ? കസ്റ്റമറായിട്ടൊന്ന് റേറ്റ് സംസാരിക്കേണ്ടി വരും. ഓക്കെ, ലോണ് ചാൻസ് ഉണ്ടോ കയറാൻ? ലോണ് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. അടുത്ത സെൻ എസ്റ്റിലോ ആണ്. KL55 തിരൂർ രജിസ്ട്രേഷൻ ആണ്. മലപ്പുറം ജില്ല തിരൂർ രജിസ്ട്രേഷൻ വരുന്ന വാഹനം. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2008 മോഡൽ എസ്റ്റിലോ LXi ആണ്. 8 എന്ന് പറയുമ്പോൾ പേപ്പർ 23 എടുത്തിട്ടുണ്ടാവും അല്ലേ? 5 വർഷത്തേക്കുള്ള പേപ്പർ 28 വരെ ഉണ്ടാവാൻ ചാൻസ് അല്ലേ? 2028 വരെ പേപ്പറുള്ള വാഹനമാണ് എസ്റ്റിലോ. വേറെ പരിക്കോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഫ്രണ്ട് ഗ്ലാസ് മാത്രം മാറിയുണ്ട്. ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ആണ്. ഓക്കെ, എത്ര കൊടുക്കുക ഇത്? 98,000. 2028 വരെ പേപ്പറുള്ള എസ്റ്റിലോ LXi നിങ്ങൾക്ക് സ്വന്തമാക്കാം. ലോണും കാര്യമൊന്നും കിട്ടാൻ ചാൻസ് ഇല്ല. ഇതിനുള്ള ലോൺ ഇട്ടാലും നിങ്ങൾക്ക് നഷ്ടമായിരിക്കും അല്ലേ? ഓക്കെ, പേപ്പർ വർക്ക് തന്നെ കൊടുക്കണം. ഒരു 15 ഏവറേജ് മൈലേജ് പ്രതീക്ഷിക്കാമോ? 15 ചോടെ അത്രേ കിട്ടുള്ളൂ. ഓക്കെ, ഇന്നത്തെ അവസാനത്തെ വാഹനം ഹോണ്ട സിറ്റി ഡോൾഫിൻ ഷേപ്പാണ്. KL12 രജിസ്ട്രേഷൻ വാഹനം അല്ലേ? എങ്ങനെ കാര്യങ്ങൾ? ഇത് 2006 മോഡൽ ഹോണ്ട സിറ്റി ZX പെട്രോൾ. മിഡിൽ ഓപ്ഷൻ വാഹനമാണ്. AC പവർ സ്റ്റിയറിംഗ്, 4 പവർ വിൻഡോ, സെൻട്രൽ ലോക്ക് കാര്യങ്ങളൊക്കെ വരും. പേപ്പർ എന്താ അവസ്ഥ ഇപ്പോൾ? 2026 വരെ നിലവിൽ പേപ്പറുള്ള വാഹനം. പെട്രോൾ എഞ്ചിനാണ് വരിക. അത്യാവശ്യം എന്താ പറയുക, ഒരു 11-14 റേഞ്ചൊക്കെ ഏകദേശം മൈലേജ് പ്രതീക്ഷിക്കാം. ചിലപ്പോൾ എന്തായാലും കിട്ടും. ഹോണ്ടയുടെ പെട്രോൾ എഞ്ചിനാണ് അല്ലേ? ഓക്കെ, നിലവിൽ മെക്കാനിക്കൽ എന്താ അവസ്ഥ വണ്ടിയുടെ? മെക്കാനിക്കലി കുഴപ്പമൊന്നുമില്ല, മേജറായിട്ടുള്ള കുഴപ്പമൊന്നുമില്ല, പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ഓക്കെ, എത്ര കൊടുക്കുക ഇത്? ഇത് 1,30,000. 1.30. 2026 വരെ പേപ്പറുള്ള ഡോൾഫിൻ ഷേപ്പ് സിറ്റിയാണ്. അപ്പോൾ ലോണും കാര്യമൊന്നും പ്രതീക്ഷിക്കേണ്ട. ലോൺ ഇട്ടാലും നഷ്ടം തന്നെയാണ്. ലോൺ അതെടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. അത്രയേ ഉള്ളൂ. ഒരു പെട്രോൾ എഞ്ചിൻ വണ്ടിയാണ്. വലിയ പണി വരാൻ ചാൻസ് ഇല്ലെന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ,
അത്രയേ ഉള്ളൂ കാര്യങ്ങൾ. എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് മാക്സിമം ഷെയർസ് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ. അതേപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കാർ വിൽക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. മേര കാസ് നമ്മുടെ കോൺടാക്ട് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ആപ്ലിക്കേഷനാണ്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് നിങ്ങളുടെ കാർ ഇൻസ്പെക്ട് ചെയ്തിട്ട് മാക്സിമം വിലയ്ക്ക് ഞങ്ങൾ വാങ്ങുന്നതാണ്. ആ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇങ്ങോട്ടേക്ക് ഡ്രൈവേയിലേക്ക് ഈ വാഹനങ്ങളെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽ കോൺടാക്ട് ചെയ്യാൻ ജിതിനെ കോൺടാക്ട് ചെയ്യാൻ കോൺടാക്ട് നമ്പർ റൈറ്റ് ടോപ്പ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാമല്ലോ പെട്ടെന്ന് തന്നെ. ജിതിനെ ഒരു അടിപൊളി സ്റ്റോക്കുമായിട്ട് ഇന്ന് കൂടുതൽ പാർക്ക് ആൻഡ് സെൽ സ്റ്റോക്കാണ് വന്നത്. അപ്പോൾ നമുക്ക് ഓൺ സ്റ്റോക്കുമായിട്ട് കാണാം. ഓൺ സ്റ്റോക്കിൽ വരുമ്പോൾ ജിതിൻ്റെ വില പൊളിച്ചെടുക്കും, ഉറപ്പാണ്. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും നന്ദി, താങ്ക്സ്, ബൈ.